അതിശയകരമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ലോകത്തിലെ 1% വരുന്ന എലൈറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. എലൈറ്റ് ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് ഏകദേശം 90% ലോകത്തിലെ വെൽത്തും ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നീട് അടുത്തൊരു ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്ലേവ് മൈൻഡേഴ്സ് അല്ലെങ്കിൽ അടിമത്ത മനോഭാവമുള്ളവർ, അവരുടെ കയ്യിൽ 9% വെൽത്ത് ഇരിക്കുന്നു. അപ്പോൾ 99% ബാക്കി വരുന്ന 1% ബാക്കിയുള്ള വർക്കേഴ്സ് അല്ലെങ്കിൽ താഴോട്ടുള്ള ഒരുപാട് ഗ്രൂപ്പ്, അവരുടെ കയ്യിലാണ് ബാക്കി 1% വെൽത്ത് ഇരിക്കുന്നത്. ഈ വരുന്ന 1%ത്തിൻ്റെ ഏറ്റവും എലൈറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെലിബ്രിറ്റികളായിട്ടുള്ളവർ, അല്ലെങ്കിൽ വലിയ വലിയ ഇൻഡസ്ട്രികൾ, അല്ലെങ്കിൽ വലിയ വലിയ രീതിയിൽ ധനം സമ്പാദിച്ചവർ, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ നിന്ന് സമ്പാദിക്കുന്നവർ, ഇങ്ങനെ ഒരു എലൈറ്റ് ക്ലാസ് ഉണ്ട്. അവരുടെ നമ്പർ വളരെ കുറവാണ്. 1% തന്നെ ആയിരിക്കും അവരുടെ നമ്പരും. 1% നമുക്കൊരു അപ്രോക്സിമേറ്റ് കണക്കെടുക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. 1%ത്തിൻ്റെ കയ്യിൽ ലോകത്തിൻ്റെ 90% വെൽത്തുകൾ ഇരിക്കുന്നു. ഈ ഓരോരോ ക്ലാസ്സുകൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു എലൈറ്റ് ക്ലാസ് ഉണ്ട്. എലൈറ്റ് ക്ലാസിൻ്റെ തൊട്ട് താഴെ സ്ലേവ് മൈൻഡേഴ്സ്, അത് ഒരു 9% വെൽത്ത് അവരുടെ കയ്യിലാണ്. അവരെന്ന് പറഞ്ഞാൽ ഈ എലൈറ്റ് ക്ലാസ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ് ഈ 9%. അവരത് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളുള്ളവർ, അല്ലെങ്കിൽ വളരെ ഉയർന്ന പോസ്റ്റുകളുള്ളവർ എല്ലാമാണ് അതിനകത്ത് വരുന്നത്. ഏറ്റവും താഴെ വരുന്നവരാണ് ഒരു മെജോറിറ്റി സംഖ്യ. അവരുടെ കയ്യിൽ ഈ ലോകത്തിൻ്റെ ഒരു 1% വെൽത്ത് മാത്രമേ ഉള്ളൂ. അവരാണ് മെജോറിറ്റി സംഖ്യ. 600 കോടി ജനം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 1% വെച്ച് നമ്മൾ കണക്കാക്കി ഏറ്റവും എലൈറ്റ് എത്രയാണെന്ന് നമ്മൾ നോക്കിയാൽ മതി. അപ്പം അങ്ങനെ ഒരു സമ്പത്തിൻ്റെ ഒരു വിതരണ ക്രമം തന്നെയുണ്ട്. അതായത് ഈ ഓരോ ക്ലാസ്സുകളുടെ ഇടയ്ക്ക് തന്നെയും അയൺ ഗേറ്റ്സുകളുണ്ട്. അയൺ ഗേറ്റ്സ് എന്ന് വെച്ചാൽ ഈ ഒരു 1% വരുന്ന സെലിബ്രിറ്റീസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുടെ ഇടയ്ക്ക് ഈ അടുത്ത തൊട്ട് സ്ലേവ് മൈൻഡേഴ്സ് എന്ന് പറയുന്ന 9% ഗ്രൂപ്പ്, അവർക്ക് അങ്ങോട്ട് കയറാനായിട്ട് പ്രവേശനമില്ല. വല്ലപ്പോഴും അത് വളരെ പാടാണ് എലൈറ്റ് ക്ലാസിൻ്റെ ഇടയ്ക്കിലോട്ട് കയറാൻ. അപ്പം അങ്ങനെ ഒരു അയൺ ഗേറ്റ്സുകൾ ഇവർ തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനകത്ത് അവർ ചുമ്മാ നേടിയതല്ല, ചില പാരമ്പര്യമായി നേടിയ സ്വത്തുക്കൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതും കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല രീതിയിൽ ശ്രമിച്ചില്ലെങ്കിൽ അതെല്ലാം നശിച്ചു പോകുന്നതാണ്. ഈ 1%ലേക്ക് എത്തുന്നവർ വളരെ കുറച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, സെലിബ്രിറ്റികളായിട്ടുള്ളവർ, അല്ലെ വളരെയധികം നമുക്ക് ലോകത്തിൽ എണ്ണമറ്റ നേട്ടങ്ങൾ സംഭവിച്ചാൽ അത് ഫിലിം സ്റ്റാർസ് ആവാം, അല്ലെങ്കിൽ ലോക പ്രശസ്തമായ ടെന്നീസ് താരങ്ങളാവാം, ലോകത്തിലെ വമ്പൻ ഇൻഡസ്ട്രികൾ നടത്തുന്നതെന്നെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു. അതാണ് 1%ൻ്റെ കയ്യിലാണ് 90% ഓഫ് ദ ലോകത്തിൻ്റെ വെൽത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചില കാര്യങ്ങൾ കൊണ്ടാണ് ഈ അയൺ ഗേറ്റ്സുകൾ ഭേദിക്കാൻ കഴിയാത്തത്. ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് ജനിക്കുന്ന ഒരാൾ മിഡിൽ ക്ലാസ്, അയാളുടെ മകനും മിഡിൽ ക്ലാസ് ആയിട്ട് പോകുന്നു. അങ്ങനെയൊക്കെയാണ് സാധാരണ ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമം എന്ന് പറയുന്നത്. അപ്പോൾ അയൺ ഗേറ്റ്സുകൾ അവിടെ ഇവിടെ നിൽക്കുന്നു. റയറായിട്ട് ചിലപ്പോൾ ഒരാൾ ആദ്യത്തെ 1% ഗ്രൂപ്പിലേക്ക് എത്തിയെന്ന് വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് പറഞ്ഞാൽ ഇത് നമുക്ക് വിശാലമായിട്ട് ഒരു ദിവസമൊക്കെ ക്ലാസ് എടുക്കേണ്ടതാണ്. പക്ഷേ എന്നാലും നിങ്ങളുമായിട്ടൊരു ബ്രീഫായിട്ട് ഒരു ചെറിയ കാര്യങ്ങൾ, ഒരു 10 കാര്യങ്ങൾ മാത്രം ഇന്ന് പറയാം. അതൊരു 10 പോയിന്റായിട്ട് ഞാൻ സംഗ്രഹിച്ചിട്ടുണ്ട്. അവരുടെ ചില ആറ്റിറ്റ്യൂഡുകളിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കറെ എടുത്താലും, ഷാരൂഖ് ഖാനെ എടുത്താലും, അല്ലെങ്കിൽ ആരെയും നിങ്ങൾ എടുത്തോളൂ, വളരെ ഉയർന്ന സ്ഥിതിയിലുള്ള ആരെയും എടുത്താലും അവർക്ക് ചില മൈൻഡ് സെറ്റുകൾ അവർക്ക് ഇല്ല എന്ന് പറയാതിരിക്കാനൊക്കത്തില്ല. ആ മൈൻഡ് സെറ്റുകളാണ് അവരുടെ ജീവിതത്തെ ഇങ്ങനെ ഒരു നിലയിലേക്കാക്കിയത്. അതൊക്കെ വളരെ പഠന വിധേയമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു. അതിനകത്ത് 10 കാര്യങ്ങൾ അധികം സമയം കളയാതെ തന്നെ ഈ 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമതായിട്ട് അവരുടെ വൈകാരികതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. വൈകാരികത എന്ന് പറഞ്ഞാൽ വൈകാരിക പക്വത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വൈകാരികത, മനുഷ്യൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ബ്രെയിൻ ലോജിക്കൽ ബ്രെയിനും റൈറ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ, അതായത് ഇമോഷണൽ ബ്രെയിൻ അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഇമോഷണൽ ബ്രെയിൻ എന്നൊക്കെയാണ് അതിനെ പറയപ്പെടുന്നത്. ലെഫ്റ്റ് ബ്രെയിനെ ലോജിക്കൽ ബ്രെയിനും റൈറ്റ്. ഇതിനകത്ത് തന്നെ നമ്മുടെ ബ്രെയിൻ ടൈപ്പുകൾ പല ടൈപ്പുകളായിട്ടുണ്ട്. ബ്രെയിൻ ടൈപ്പുകൾ എന്ന് വെച്ചാൽ ഇമോഷണൽ ബ്രെയിനുകളുണ്ട്. അതായത് ഫുള്ളി ഇമോഷണലിൽ മാത്രം കാര്യങ്ങൾ കാണുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ബ്രെയിനുണ്ട്. അവർക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പ്രയാസമാണ്. സുഹൃത്തുക്കളെയൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെടും. അവർക്ക് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വൈകാരികമായിട്ട് അതിനോട് പ്രതികരിക്കും. അത് പ്രതികരിച്ച് കഴിയുമ്പോൾ അവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ തന്നെ നഷ്ടപ്പെടും. അത് ഇമോഷണൽ ബ്രെയിനാണ്. എല്ലാത്തിനും വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, വൈകാരികമായിട്ട് ഇമോഷണൽ ബ്രെയിൻ ഉള്ളവർ. അപ്പോൾ അവർക്കെല്ലാം വികാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ അടുത്തൊരു കൂട്ടം എന്ന് വെച്ചാൽ ലോജിക്കൽ മൈൻഡ് എന്ന് പറഞ്ഞ ഒരു കൂട്ടരാണ്. ലോജിക്കൽ മൈൻഡും വളരെ പ്രശ്നമാണ്. ലോജിക്കൽ മൈൻഡ് എന്ന് വെച്ചാൽ എല്ലാ ഇമോഷൻസ് ഒട്ടും തന്നെ ഇല്ല, എല്ലാം ലോജിക്കലായിട്ട് കാണുന്നു. അങ്ങനെ ഒരു ബ്രെയിൻ നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ പ്രയാസമാണ്. ലോജിക്കൽ മൈൻഡ് മാത്രമാണ് നിങ്ങളുടെ ആധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകാരികമായ ഭാവങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് വളരെ പ്രയാസമാണ്. ഇനിയും വേറെ 2 തരമായിട്ട് വൈകാരികതയെ വീണ്ടും തിരിച്ചിട്ടുണ്ട്. ഇമോഷണലി ഡോമിനൻറ്റ് ബ്രെയിൻ, അത് കഴിഞ്ഞ് ലോജിക്കലി ഡോമിനൻറ്റ് ബ്രെയിൻ. അത് ഇമോഷണലി ഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഇമോഷനാണ് ഭൂരിഭാഗവും ഭരിക്കുന്നത്. ലോജിക്കൽ ബ്രെയിൻ വളരെ കുറച്ചേ ഉള്ളൂ. അതും തകരാറാണ്. ശരിക്കും നമ്മൾ ഈ സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ കാണുന്ന ബ്രെയിൻ എന്ന് വെച്ചാൽ ലോജിക്കലി ഡോമിനൻറ്റ് ബ്രെയിനാണ്. അവർക്ക് ഇമോഷണൽ ഉണ്ട്, ഒരു പാർട്ടിൽ ഇമോഷനും ഉണ്ട്. ലോജിക്കലി ഡോമിനൻ്റ് ആയിരിക്കും അവരുടെ ബ്രെയിൻ. അത് കഴിഞ്ഞ് ഇമോഷണൽ ഡോമിനൻസ് അവർക്കുണ്ട്, ആ പാർട്ടും വളരെ ചെറിയൊരു പാർട്ടായിരിക്കും അവർക്കുള്ളത്, ലോജിക്കലി ഡോമിനൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ. അപ്പം ഇങ്ങനെയുള്ള ബ്രെയിനുകളായിരിക്കും ഈ സൂപ്പർ റിച്ച് അല്ലെങ്കിൽ ഒരുപാട് കാലിബറുള്ള
കലാകാരന്മാർ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന സ്പോർട്സ് പേഴ്സൺ, അവർക്ക് വൈകാരിക ഭാവങ്ങളുണ്ട്, അതേസമയം ലോജിക്കലി ഡോമിനൻ്റ് ആയിരിക്കും. ഇമോഷണലി ഡോമിനൻ്റ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ ബ്രെയിൻ ടൈപ്പുകളെ കുറിച്ച് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാറ്റാവുന്നതാണ്. ഇമോഷണലി ഡോമിനൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ ആണോ നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ വൈകാരികമായിട്ട് എപ്പോഴും കരയുക, അങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ പലപ്പോഴും അസർട്ടീവ് പ്രതികരണമല്ല, നമുക്ക് പ്രതികരണം തന്നെ പല രീതിയിൽ നടത്താം. അഗ്രസീവ് ആവാം, അസർട്ടീവ് ആവാം, അതുപോലെ തന്നെ സബ്മിസീവ് ആവാം. അപ്പോൾ അസർട്ടീവായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് ഈ ലോജിക്കലി ഡോമിനൻറ്റ് ബ്രെയിനകത്തുള്ളത്. അപ്പോൾ ബ്രെയിൻ ടൈപ്പുകൾ തന്നെ പലതരത്തിലുണ്ട്. അതിനകത്ത് ഇമോഷണലി ഡോമിനൻ്റ് ആയിട്ടുള്ള ബ്രെയിനോ ലോജിക്കലി ഡോമിനൻ്റ് ആയിട്ടുള്ള ബ്രെയിനോ നല്ലതല്ല. അതിനകത്ത് ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി. ഇമോഷണലി നമുക്ക് ഡോമിനൻ്റ് ആയിട്ടുള്ള ബ്രെയിനും ലോജിക്കലി ഡോമിനൻ്റ് ഈ ബ്രെയിനുകൾ വേണ്ട. ഈ ബ്രെയിനുകൾക്കത് ലോജിക്കലി ഡോമിനൻ്റ് ബ്രെയിനാണ് നമുക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളത്. ഇമോഷൻ മാത്രമുള്ള ബ്രെയിനോ ലോജിക്കൽ മാത്രമുള്ള ബ്രെയിനോ നമുക്ക് എടുത്തില്ല. ഈ സൂപ്പർ റിച്ചുകളുടെ ഇടയിലെല്ലാം തന്നെ കാണുന്നു വെച്ചാൽ ലോജിക്കലി ഡോമിനൻ്റ് ബ്രെയിനാണ്, ലോജിക്കാണ് പ്രധാനമായിട്ട് അവരെടുക്കുന്നത്. പക്ഷേ അതിനകത്ത് ഇമോഷൻ്റെ ഒരു പാർട്ടുമുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വൈകാരിക ഭാവങ്ങളുടെ വ്യത്യാസം അവരിലുണ്ട്. അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള വ്യക്തിത്വമാണ് എന്ന് വ്യക്തമായിട്ട് അസസ് ചെയ്യുക. ഇതൊരു വൈകാരിക തലത്തിൽ നമ്മളിതിനെ പ്രത്യേകം അസസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വികാരങ്ങളെ ഒക്കെ പൂർണ്ണമായിട്ട് അതിനകത്ത് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒന്നാമത്തെ ഒരു പാർട്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇവരിൽ ലോജിക്കലി ഡോമിനൻ്റ് മൈൻഡാണ് ഇവർക്ക് കൂടുതലായിട്ടുള്ളത്, അല്ലാതെ ഇമോഷണലി ഡോമിനൻ്റ് അല്ല. അല്ലെങ്കിൽ ഇമോഷൻ ഫുള്ളായിട്ടുള്ളതോ ലോജിക്കൽ ഫുള്ളായിട്ടുള്ളതോ അല്ല ബ്രെയിനും അല്ല ഇവർക്കുള്ളത്. ഇവരുടെ ഒരു പ്രത്യേകതയിലോ ഒരു പ്രധാന ഭാഗം ഇതാണ്. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഇവരുടെ ശാരീരിക ക്ഷമതയാണ്. ഇവരെല്ലാം തന്നെ ശരീരക്ഷമത, നമുക്കൊരു ചുവരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഫിറ്റ്നസ്സിനകത്ത് ഇവരെല്ലാം തന്നെ ഈ ഒരു 1% ക്ലാസ്സിൽ വരുന്ന കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ തീരെ അവഗണിച്ച് പാരമ്പര്യ സ്വത്ത് കിട്ടി നശിപ്പിച്ച് കളയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവരെല്ലാം തന്നെ നിങ്ങൾ നോക്കുക, സച്ചിൻ തെണ്ടുൽക്കർ ആണെങ്കിലും ഷാരൂഖ് ഖാൻ ആണെങ്കിലും ലോകത്തിലെ നിങ്ങൾ ആരെയും വേണമെങ്കിലും വളരെ ഫിറ്റ്നസ് ആയിട്ടുള്ള ആന്ത്രേ അഗാസിയോ ആരെയും വേണമെങ്കിലും എടുത്തോണം. അവർ വളരെ ഫിറ്റ്നസ്സിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. ശരീരം ചുവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം എഴുതാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ഹാപ്പി ഹോർമോൺസ് ധാരാളമായിട്ടുണ്ടാകുന്നത് നമ്മൾ ശാരീരികമായ ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ്. എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു പ്രധാന ഹോർമോണുണ്ട് ഹാപ്പി ഹോർമോൺസിൽ. അത് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഈ ശാരീരികക്ഷമതയൊക്കെ നമ്മൾ പർട്ടിക്കുലറായിട്ട് നിലനിർത്തുമ്പോഴാണ്. എല്ലാ ദിവസവും കുറച്ച് സമയം ശാരീരികക്ഷമതയ്ക്കായിട്ടൊക്കെ കണ്ടെത്തുക. ചുവരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറഞ്ഞതുപോലെ ഇതിൽ അവർ വളരെയധികം ശ്രദ്ധിക്കുന്നതാണ്. വളരെ സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഈ ശാരീരികക്ഷമത, നമ്മൾ സാധാരണ ഒരാൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസം ചെയ്യും, ചില ദിവസം ചെയ്യത്തില്ല. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏത് പ്രതിസന്ധി ഘട്ടം ഉണ്ടെങ്കിലും അവർ ശാരീരികക്ഷമതയൊക്കെ നിലനിർത്താനായിട്ട് അവർ ശ്രമിക്കുക. അതുകൊണ്ട് അവരുടെ ശരീരം കൊണ്ടാണ് അവർക്ക് കുറേ കാര്യങ്ങൾ നേടുവാനും സാധിക്കുന്നത്. അപ്പം പലപ്പോഴും അവരുടെ ശരീരത്തിൻ്റെ ക്ഷമതയും ശരീരത്തിൻ്റെ സൗന്ദര്യവും ഒക്കെ നിലനിർത്തുന്നതുകൊണ്ടാണ് അവർക്ക് പല കാര്യങ്ങളും നേടുവാനായിട്ട് സാധിക്കുന്നത്. ശരീരക്ഷമത ഒരു പ്രധാന ആസ്പെക്റ്റാണ്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ശരീരക്ഷമത നിലനിർത്തുവാനുള്ള ഡെയിലി ഉള്ള ഹാബിറ്റായിട്ട് അത് മാറ്റിയെടുക്കണം. അപ്പോൾ അത് ശരീരക്ഷമതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് എക്സ്പെക്റ്റൻസി കൂടും, ദുശീലങ്ങൾ ഉണ്ടാവത്തില്ല. ശരീരക്ഷമത കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ദുശീലങ്ങൾ കൊണ്ട് നശിച്ചു പോയ ഒരുപാട് ഇതുപോലെ 1% പറ്റാറുണ്ട്. നമ്മുടെ മറഡോണ ഇവരെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഈ ശരീരക്ഷമതയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരും അത് ചെയ്യുന്നവരുമാണ്. അത് ചിലപ്പോൾ ഒരു 20 മിനിറ്റ് ആയാലും 30 മിനിറ്റ് ആയാലും ഇറ്റ് ഈസ് എ ഹാബിറ്റ്. ഡെയിലി അവർ ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസലാണ്. സ്പോർട്സ് ആക്ടിവിറ്റികളിലൊക്കെ പങ്കെടുക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതൊരു അരമണിക്കൂറിലെങ്കിലും തുടങ്ങി അത് കുറേശ്ശെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഹാബിറ്റാക്കി മാറും. ഒരു 21 ഡേയ്സ് 30 ഡേയ്സ് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ശാരീരിക ക്ഷമത എന്ന് പറയുന്ന കാര്യം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം ശരീരത്തെ നശിപ്പിക്കുന്ന അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഇതെല്ലാം നമ്മുടെ സൂപ്പർ റിച്ച് ആയിട്ടുള്ള 1% വളരെയധികം സൂക്ഷിക്കുന്ന കാര്യമാണ്. അവർ കഴിക്കുന്ന ആഹാരങ്ങൾ പോലും ഓർഗാനിക് ആവാനും ഒക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്, വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന സാധാരണ ആഹാരങ്ങൾ കഴിക്കത്തില്ല. ആഹാരമൊക്കെ ഒരു ലിമിറ്റ്. ഇപ്പോൾ നിങ്ങൾ മമ്മൂട്ടിയെ തന്നെ എടുത്തു നോക്കുക. നിങ്ങൾ മമ്മൂട്ടിയൊക്കെ കഴിക്കുന്നത് എല്ലാം ടേസ്റ്റ് ചെയ്യും, പക്ഷേ അത് ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റി, ശരീരത്തിന് ആവശ്യമുള്ള ഒരു ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ കഴിക്കത്തുള്ളൂ. എല്ലാം ഒന്ന് എൻജോയ് ചെയ്ത് പോകണം ഈ ലൈഫിൽ കൂടെ. അതും ഒന്നും എൻജോയ് ചെയ്യാതെ നമ്മൾ ശരീരക്ഷമതയും നമ്മുടെ ശരീരത്തിൻ്റെ ഫിറ്റ്നസ് നോക്കി പോകുന്നതല്ല. അതുപോലെ നോയമ്പ് കാലങ്ങളുള്ളപ്പോൾ നോയമ്പൊക്കെ എടുക്കുക. ഇങ്ങനെയുള്ള 1% ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റാണ് അവരുടെ ശാരീരക്ഷമതയുമായിട്ട് ബന്ധപ്പെട്ട്. ശാരീരക്ഷമത എന്തായാലും ഈ സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ 1% നിലനിർത്തുന്നുണ്ട്. അവർ ഡെയിലി അത് നിലനിർത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. മൂന്നാമതായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മുമ്പിൽ നിർത്തുക. നിങ്ങൾക്ക് വേണ്ടി ബാധിക്കാൻ വേറെ ആരുമില്ല. ആരും വന്ന് നിങ്ങളെ ജീവിതത്തിൻ്റെ ഒരു ലീഡർഷിപ്പിലേക്ക് ആക്കി തരുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. എപ്പോഴും അസർട്ടീവായിട്ട് മുന്നിലോട്ട് പോയി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഇവരെല്ലാം ചെയ്യുന്നതാണ്. ഇവർക്കെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ അറിയാം. അപ്പോൾ അല്ലാതെ എൻ്റെ അല്ല എന്നെ ആരെങ്കിലും വിളിക്കുന്നെങ്കിൽ വരട്ടെ, അങ്ങനല്ല. പ്രൊമോട്ട് ചെയ്യുക. നിങ്ങളെ തന്നെ മുമ്പിൽ നിർത്തുവാനുള്ള നിങ്ങളുടെ ഒരു കഴിവ്. അപ്പോൾ അത് ഒരു പ്രസംഗിക്കാൻ പോകുന്നതാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങളെ അസർട്ടീവായിട്ട് നിങ്ങളെ മുൻനിർത്തുക. അഗ്രസീവായിട്ടല്ല. ഒരുപാട് കൂടി ഇരിക്കുമ്പോൾ വെള്ളി മൂങ്ങായിൽ പറഞ്ഞ പോലെ
മരണ വീട്ടിൽ ചെന്നാൽ മരിച്ചവനായിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ കയറാൻ പറ്റത്തില്ല, ഓട്ടോറിക്ഷയിൽ മുമ്പിലിരിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെയല്ല. പക്ഷേ എന്നാലും നിങ്ങളെ ഒരു അസർട്ടീവ് പേഴ്സണാലിറ്റി ആയിട്ട് മുന്നിൽ നിർത്തണം. ഈ സൂപ്പർ റിച്ച് ആയിട്ടുള്ള എല്ലാവരും തന്നെ അങ്ങനെ അവരെ മുന്നിൽ നിർത്തിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ അപ്പോഴും മാത്രമേ ലോകം അറിയത്തുള്ളൂ. നിങ്ങളൊരു പബ്ലിക് സ്പീക്കിങ്ങിന് പോകുന്ന വേദിയിൽ നിങ്ങളെ മുന്നിൽ നിർത്തുക, അല്ലെങ്കിൽ ഏത് സ്ഥലത്തും നിങ്ങളെന്നൊരു വ്യക്തി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്യണം. നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേറെ ആരുമില്ല, ഒരിക്കൽ കൂടി പറയാം. അപ്പോൾ നിങ്ങളെ മുന്നിൽ നിർത്താനുള്ള ഒരു കഴിവ് ഈ സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഉണ്ട്. അവർക്ക് അവരുടെ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രത്യേക ഒരു ടാലൻറ്റ് കാണും. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ടാലൻ്റ് ഒന്നും ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റു പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കാണിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവ്, അതിപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലത്ത് നിങ്ങൾക്ക് എന്ത് വേണേലും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങളുടെ ഒരു ടാലൻറ്റിനെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ കാണിക്കാം, അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ കൂടെ കാണിക്കാം. എവിടെയായാലും നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾക്കുള്ള ടാലൻറ്റുകളെ, അപ്പോൾ എല്ലാത്തിനും ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ചിലർക്ക് ലോജിക്കൽ മൈൻഡ് ആയിരിക്കും, ചിലർക്ക് അല്ലെങ്കിൽ മറ്റേ തരം ബ്രെയിനെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കഴിവ്, കലാപരമായ കഴിവുകൾ, എന്ത് കഴിവുകളോ ആയിക്കോട്ടെ, അതിന് മുന്നിലെത്തും. ഒരു പാട്ട് പാടാനുള്ള കഴിവ് എന്തും ആയിക്കോട്ടെ, അതിനെ വളരെ എക്സലൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കുറേശ്ശെ ഈ 1% ഗ്രൂപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അയൺ ഗേറ്റ്സ് കിടപ്പുണ്ട്. അപ്പോൾ അവരുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് അവരിങ്ങനെ കയറിപ്പോകുന്നത്. അപ്പോൾ അതൊരു മൂന്നാമത്തെ ആസ്പെക്റ്റാണ്. പിന്നെ നാലാമതായിട്ട് ഇവർക്ക് മനുഷ്യബന്ധങ്ങൾ നിലനിർത്താനുള്ള വളരെ കഴിവുണ്ട്. ഓരോ വ്യക്തിയെയും അവർക്ക് പ്രത്യേകം പേരെടുത്തറിയാൻ. നെപ്പോളിയൻ്റെയൊക്കെ കാര്യം പറഞ്ഞു, 1,00,000 പട്ടാളക്കാരുടെ പേരുകൾ പ്രത്യേകം അറിയാമരെന്നൊക്കെ പറയുന്നുണ്ട്. നെപ്പോളിയൻ സ്കബോർഡൊക്കെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നെപ്പോളിയൻ അതായത് നമ്മുടെ ഓരോ ചരിത്രത്തിൻ്റെ അറകളിലേക്ക് ഒരു സബ്ജക്റ്റ് കിട്ടിയ അത് ചരിത്രമാണോ സയൻസാണോ എന്നൊക്കെ വേർതിരിച്ച് ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കുന്ന പോലെ ഓരോ വ്യക്തിയെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവൻ്റെ ഓരോരോ കാര്യങ്ങളും ആസ്പെക്റ്റുകളും മനസ്സിലാക്കുകയും നമ്മുടെ ബ്രെയിനിൽ ആ വ്യക്തിയെക്കുറിച്ച് ഉന്നതമായൊരു ചിന്ത നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുകയും അവൻ്റെ പേരുകൾ മറക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യബന്ധങ്ങൾ നിലനിൽക്കുമ്പോൾ ചിലപ്പോൾ വല്ലപ്പോഴും അത് ഗിഫ്റ്റ് കൊടുക്കുന്നതാവാം, ഒരു ബർത്ത്ഡേക്ക് ഒരു ആശംസകൾ നേരുന്നതാവാം. അത് സാധാരണക്കാരുമായിട്ട് മാത്രമല്ല, ഈ സൂപ്പർ റിച്ച് ആയിട്ടുള്ളവർ അവരെക്കാട്ടിൽ ഉയർന്ന നിലയിലുള്ളവരുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കും, താഴെയുള്ളവരുമായിട്ടും ബന്ധപ്പെടും. പക്ഷേ അവരെപ്പോഴും ഹയർ ലെവലിലുള്ള അവരെക്കാട്ടിൽ മുകളിലുള്ളവരുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് അവർ ശ്രമിക്കും. പലപ്പോഴും നമ്മൾ സാധാരണ ഈ അയൺ ഗേറ്റ്സുകൾ വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലെവലിലുള്ളവർ മാത്രമേ നമ്മൾ ബന്ധപ്പെടത്തുള്ളൂ. നമ്മളുമായിട്ട് അല്പം ഹയർ ഉള്ളവരോട് പോലും ബന്ധപ്പെടാൻ സാധാരണക്കാർക്കൊരു ഭയമാണ്. പക്ഷേ ഇത് സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള അവർ ഹയറപ്സുമായിട്ട് ബന്ധപ്പെടാനൊക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഒരു ജീവിതമാണ് ഇപ്പോൾ നയിക്കുന്നതെങ്കിലും നമ്മൾ ചിലപ്പോൾ അത് എലൈറ്റ് ആയിട്ടുള്ള ഒരാളെ കാണാനും പരിചയപ്പെടാനും അവരെ ശല്യപ്പെടുത്തുകയില്ല. പക്ഷേ എന്തെങ്കിലും ഒരു മുഖാന്തരം ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ബന്ധപ്പെടും, അവരുടെ ശീലങ്ങളൊക്കെ നമ്മളിലേക്ക് പകരും. അപ്പോൾ അങ്ങനെ അവർ ചിലപ്പോൾ ചില അവന്യൂസുകൾ തുറന്നു തരും. നമ്മളുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കും അവർ പുതിയ അവന്യൂസുകൾ, ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനായിട്ടൊരു അവന്യൂ തുറന്നു തരും, അല്ലെങ്കിൽ വേറൊരു അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരും. അങ്ങനെയൊക്കെ നിങ്ങൾ അവരുമായിട്ടുള്ള ബന്ധം, ഇച്ചിരി നിങ്ങളെക്കാട്ടിൽ ഉയർന്ന നിലയിലുള്ളതുമായിട്ടുള്ള ബന്ധം, മനുഷ്യബന്ധങ്ങളെല്ലാം തന്നെ കീപ്പ് എവറി പേഴ്സൺ ആസ് യു കംസ് ഇൻ ടു കോൺടാക്ട് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഓൺ എർത്ത്. ഭൂമിയിൽ നിങ്ങൾ കണ്ടെത്തുന്ന ഓരോ മനുഷ്യനെ ഏറ്റവും പ്രാധാന്യമുള്ളവനായിട്ട് കരുതുകയും അംഗീകരിക്കുക. അത് ഫിഷക്കാരനായാലും ആരായാലും നിങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിക്കണം. അപ്പോൾ അല്ലാതെ ഹയറപ്പിനോട് മാത്രമേ ഞാൻ പെരുമാറും അങ്ങനെയല്ല. പക്ഷേ ഹയറപ്സ് നമ്മളെക്കാട്ടിൽ ഉയർന്ന നിലയിലുള്ളവരെ കൂടുതൽ പരിചയപ്പെടുവാനൊക്കെ ഉള്ള അവസരങ്ങൾ അവന്യൂസ് തുറന്നു കിട്ടും. അപ്പോൾ അതിനായിട്ടുള്ള ചില ക്ലബ്ബുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി അവരുമായിട്ട് ബന്ധപ്പെടണം. നിങ്ങളൊരു പിൻവലിഞ്ഞ ഒരു ഇൻട്രോവേർട്ടായിട്ട് നിൽക്കാതെ എക്സ്ട്രോവേർട്ടായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളെ കുറേശ്ശെ അവരും കൂടെ പ്രൊമോട്ട് ചെയ്യും എന്നുള്ളതാണ് ഉറപ്പ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അത് ഇതിനകത്തുള്ള ഒരു പ്രധാന ആസ്പെക്റ്റാണ്. പിന്നെ അടുത്തൊരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ കുറ്റം അവർ ഒരിക്കലും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യത്തില്ല. അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തു തന്നെ ആയാലും ഐ ആം റെസ്പോൺസിബിൾ എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് കഴിവുള്ളവരാണ് ഈ സെലിബ്രിറ്റി പേഴ്സണാലിറ്റികൾ, ഈ 1% പറയുന്ന ഗ്രൂപ്പിൽ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടുവാനായിട്ട് അവർ ശ്രമിക്കുകയില്ല എന്നുള്ള ഒരു പ്രധാന ഇൻറ്റഗ്രിറ്റി ഉള്ള നല്ല ആൾക്കാരുടെ ഒരു ലക്ഷണമാണ്. അതും ഇതിനകത്തൊരു പ്രധാന ആസ്പെക്റ്റാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളിപ്പോൾ ഏത് നിലയിൽ നിൽക്കുന്നോ നിങ്ങളതിനെ ഉയർന്നു പോകണമെങ്കിലും നിങ്ങളതിൻ്റെ ഉത്തരവാദിത്വം എടുത്താൽ മാത്രമേ പറ്റുള്ളൂ. ടേക്ക് യുവർ ഓൺ റെസ്പോൺസിബിലിറ്റി. അത് ഈ 1% ആയിട്ടുള്ള സൂപ്പർ റിച്ചുകളായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഉയർന്ന വന്നവരെല്ലാം ചെറിയ നിലകളിൽ തുടങ്ങി ആ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്താണ് പലപ്പോഴും പല ഷാരൂഖ് ഖാനെയോ ഒക്കെ നിങ്ങൾ ആരെയും വേണമെന്ന് നോക്കിക്കോളൂ. ആ പേഴ്സണാലിറ്റി സച്ചിൻ തെണ്ടുൽക്കറെ നോക്കൂ, ചെറിയ തോതിൽ തുടങ്ങി അത് ഉയർന്ന് വരുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചെറിയ ഉത്തരവാദിത്തങ്ങൾ, അതിൻ്റെ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ആസ്പെക്ട്. നമ്മൾ പലപ്പോഴും ലളിതമായിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്കിഷ്ടം. പക്ഷേ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് നമ്മൾ ഇറങ്ങണം. വളരെ പ്രയാസമുള്ളതാണെങ്കിൽ അതിനെ മൈനർ ടാസ്ക്കായിട്ട് ചെയ്തുകൊണ്ട് ചില ബുദ്ധിമുട്ടുള്ള ആസ്പെക്റ്റുകൾ ചെയ്യുവാനായിട്ട് ഈ 1% ജനത്തിന് വളരെ ഇഷ്ടമാണ്. ബി റിസ്ക് ടേക്കിംഗ് പേഴ്സൺ. ചില കാര്യങ്ങളിലൊക്കെ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാനും ഇറങ്ങുവാനും ഇച്ചിരി പ്രയാസം അനുഭവിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സ്, അത് ഈ 1% സൂപ്പർ റിച്ചുണ്ട്. സാധാരണക്കാരാണെങ്കിൽ വിചാരിക്കും കോച്ച് പൊട്ടിട്ട പോലെ അവിടെ കിടക്കാം, നമുക്ക് കുഴപ്പമില്ല, നമുക്കെല്ലാം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള രീതിയിൽ അവരിരിക്കും. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവർക്ക്
അവർക്ക് ഇറങ്ങുവാനും അവർ പ്രയാസമുള്ള ടാസ്കുകൾ എടുത്ത് ചെയ്യുവാനും ഒക്കെയുള്ള അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റായിട്ട് പറയുന്നു. അതുപോലെ അവരെ ഏൺ ചെയ്യുകയും സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അവർക്ക് ഏൺ ചെയ്യുന്നുണ്ട് നിശ്ചിത % അവർ സ്ഥിരമായിട്ട്, ഇപ്പം നമ്മൾ ആർക്ക് വേണമെങ്കിലും പൈസക്കാരനാവാം, ഒരു 30% വെച്ച് നമ്മൾ എല്ലാ മാസവും കിട്ടുന്നതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ദീർഘനാളായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് ഫോഴ്സ് ഉണ്ട്. അത് ഷെയറോ ഓഹരിയോ എന്ത് തന്നെയായാലും ഇൻവെസ്റ്റ് ചെയ്യുകയും അങ്ങനെ പല രീതിയിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സമ്പത്ത് വളരാനുള്ള സാധ്യതയുണ്ട്. ഈ സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആളുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ വളരെ സൂക്ഷിക്കുന്നു, അവരുടെ ചെലവുകൾ വളരെ സൂക്ഷിക്കുന്നു. അല്ലാത്തവരെല്ലാം പെട്ടെന്ന് തകർന്നു പോകും. വലിയ ഫിലിം സ്റ്റാർ ആയിട്ടുള്ളവർ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒന്നും കാണത്തില്ല. ഇവിടെ മണി അവർ തന്നെ സൂക്ഷിക്കാൻ അവനവന് തന്നെ ഒരു ഉത്തരവാദിത്തമുണ്ട്. മറ്റുള്ളവരെ ഒന്നും ഏൽപ്പിക്കേണ്ട കാര്യമില്ല. റെസ്പോൺസിബിലിറ്റി അവനവന് തന്നെയാണ്. ഇത് ഈ 1% എപ്പോഴും സസ്റ്റൈനബിളായിട്ട് ഉയർന്നു നിൽക്കുന്ന 1% വെൽത്തുള്ള ആൾക്കാർക്ക് ഇതൊരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റായിട്ട് നമുക്ക് കാണുന്നതാണ്. അപ്പം ഇത് നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിലും അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. നിങ്ങളുടെ ഷെയറിനെ ഒരു രീതിയിലുമല്ലാത്ത പല കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അംഗീകാരങ്ങൾക്ക് ആയിട്ട് അതുപോലെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 1% സൂപ്പർ റിച്ചിൽ അവർക്ക് ഒരു ബക്കറ്റ് ലിസ്റ്റ് തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടായിരിക്കും. ആ ബക്കറ്റ് ലിസ്റ്റ് വെച്ചുകൊണ്ടാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു പ്ലാനിംഗ് എന്ന് പറയുന്ന ആസ്പെക്ട് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് ഈസ് എ ട്രാപ്പ് ലേഡ് ടു ക്യാച്ച് ദ ഫ്യൂച്ചർ. അപ്പം ഷാരൂഖ് ഖാൻ ഒരു ലക്ഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുപ്പത്തിലെ ഒരു ലക്ഷ്യമുണ്ട്. സച്ചിൻ തെണ്ടുൽക്കർ ഒരു ലക്ഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരിക്കും. ഇത്ര സെഞ്ചുറി അടിക്കണം. ആ ലക്ഷ്യങ്ങളുള്ളപ്പോൾ അതിനായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മോട്ടിവേഷനും ത്വരയും അവർക്കുണ്ടാകും. ആ 1% പോപ്പുലേഷന് പലപ്പോഴും ബക്കറ്റ് ലിസ്റ്റുകൾ എന്ന് പറയുന്ന സാധനം. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയും ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടൊരു സിനിമയുണ്ട്. അതിനകത്ത് ബക്കറ്റ് ലിസ്റ്റിനകത്ത് ഒരു പാവപ്പെട്ടവനും പണക്കാരനും ഒരു ആശുപത്രിയിൽ ചെന്ന് ചേരുകയാണ്. രാത്രിയാകുമ്പോഴത്തേക്കും ഇവർ പരസ്പരം പരിചയപ്പെടുന്നു. പാവപ്പെട്ടവനൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്, ഇത് ഒരുപാട് പൂർത്തീകരിക്കും. ഒരു 6 മാസത്തിനകത്ത് അവർ മരിക്കുന്ന ഡോക്ടർ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനായിട്ട് പണക്കാരൻ ശ്രമിക്കുന്നതൊക്കെയാണ് ബക്കറ്റ് ലിസ്റ്റ്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സിനിമയായിരുന്നു ബക്കറ്റ് ലിസ്റ്റ്. അത് പിന്നെ അമേരിക്കക്കാരെ ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ടൊക്കെ പ്രോത്സാഹിപ്പിച്ച ഒരു സംഭവമാണ്. അതായത് ഇപ്പോൾ ഒരു ആനപ്പുറത്ത് കയറണം എന്ന് പറഞ്ഞ ആഗ്രഹമായിട്ട് ഒരു ബക്കറ്റ് ലിസ്റ്റുമായിട്ട് വന്ന ഒരു മദാമയെ എനിക്കറിയാം. അവരിവിടെ തിരുവനന്തപുരത്ത് വന്ന് ആനപ്പുറത്ത് കയറിയിട്ട് അവരുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഒരു ആഗ്രഹം സാധിച്ചു. ഇതൊക്കെ സൂപ്പർ റിച്ചിൻ്റെ പ്രത്യേക ക്വാളിറ്റിയാണ്. ഈ 1%ലേക്ക് നമ്മൾ ചെല്ലുവാനുള്ള ഒരു പ്രധാന ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ ചെയ്യുക, നമുക്ക് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളും സാധനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മൈനർ ആയിട്ട് തിരിക്കുവാനുള്ള നമ്മുടെ കഴിവ്, ചെറിയ ചെറിയ ആസ്പെക്ട്, ഓരോ ദിവസവും കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്, ഓരോ ദിവസവും കുറേശ്ശെ ആ ആഗ്രഹപൂർവ്വത്തിനായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചുകൊണ്ട് ചെറിയൊരു പോർഷനിലും ചെയ്യുക. ഒരു വിഷൻ ബോർഡ് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കുക. ഇതെല്ലാം ഈ ഒരു സൂപ്പർ റിച്ചിൻ്റെ ഒരു പ്രത്യേക ഒരു കാൽക്കുലേറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ 1% പോപ്പുലേഷൻ ആവുന്നത്. ചില പാരമ്പര്യ സ്വത്ത് ഞാൻ പറഞ്ഞു കുറച്ച് പേർക്ക് കിട്ടും. പക്ഷേ നമ്മുടെ ജീവിതത്തെ അച്ചട്ടായിട്ട് പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഈ അടുത്ത അയൺ ഗേറ്റ്സുകൾ, നമ്മുടെ മുമ്പിലുള്ള അയൺ ഗേറ്റ്സുകളൊക്കെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് തന്നെ അവസാനിക്കേണ്ട കാര്യമില്ല. ഇത്തരം ഹാബിറ്റുകളൊക്കെ നമ്മൾ ഉണ്ടായി തുടങ്ങുമ്പോൾ നമ്മൾ പതുക്കെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഇവരുടെ ഒരു ഹാബിറ്റാണ്. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് എത്രമാത്രം ഒന്ന് ഉയരാൻ കഴിയുമോ അത് നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ 10 ആസ്പെക്റ്റുകളോളം ഞാൻ പറഞ്ഞത്. നമുക്കത് സാധിക്കും. നമ്മുടെ വൈകാരികതകളെയും അതുപോലെ ശാരീരിക ക്ഷമതയും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളെയൊക്കെ നമ്മൾ നിലനിർത്തുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ കൂടുതൽ വരും. പലപ്പോഴും ഓപ്പർച്യൂണിറ്റികൾ സുഹൃത്തുക്കളിൽ കൂടിയാണ് നമുക്ക് വരുന്നത്. നമ്മൾ ആരോടും പിണങ്ങാനോ അവരോട് പരിഭവിക്കാനോ, ഇമോഷണൽ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകതയാണ് പിണങ്ങുന്നത്. ഇപ്പോൾ ലോജിക്കലി ഡോമിനൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുമൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല ഒരു ബേസ്, ഒരു അടിസ്ഥാനം ഉണ്ടാകും. അടിസ്ഥാനം ഉണ്ടായി കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ ആശ്രയിക്കാൻ കൊള്ളാവുന്നവരാണെന്ന് ലോകം മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്താലും വിജയിക്കുകയും ചെയ്യും. പലതും ചെയ്താൽ പരാജയപ്പെടുന്നതിൻ്റെ കാര്യം അടിസ്ഥാനപരമായി ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് അവർ നശിച്ചു പോകുന്നത്. വാസ്തവത്തിൽ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പും നിങ്ങളുടെ ശരീരവും മനസ്സും എല്ലാം കൂടെ ഒരു കോമ്പാക്റ്റ് ആയിട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയങ്ങളും ലക്ഷ്യങ്ങളും നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ മാറുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ബേസിക് പ്രിൻസിപ്പിൾ നമ്മുടെ 1% ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുമായിട്ട് ഇത് ഞാൻ പലർക്കൊന്നും റിസർച്ച് ചെയ്തും വായിച്ചും ഒക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങളെ മുന്നിൽ നിർത്തുവാനുള്ള കഴിവ് ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്. ഏകദേശം 1500 വീഡിയോസ് അപ്പോൾ ഇതിനകത്തായിട്ടുണ്ട്. നിങ്ങളുടെ ഷെയറും ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെ വളരെ വലുതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സൂപ്പർ റിച്ചിലേക്ക് കിടക്കുവാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാതൃക ആണ്, ഒരു മാതൃക മാത്രമാണ് ഇതിനകത്ത് വരച്ചിട്ടുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു സ്ഥലത്ത് കാണാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുമ്പോൾ നിങ്ങൾ സന്തോഷവാന്മാരായിട്ട് കൂടുതൽ വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.